റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന തീരുമാനമാണിപ്പോൾ റഷ്യ എടുത്തിരിക്കുന്നത്. റഷ്യയ്ക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതോടെ അമേരിക്കയിൽ ഉൾപ്പെടെ ആണവായുധം പ്രയോഗിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ആണവ സിദ്ധാന്തത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പ്രധാന സൈനിക രേഖയുടെ പുതുക്കിയ പതിപ്പിനൊപ്പം നവംബർ 19-നാണ് ഈ ഒരു ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പുതിയ സിദ്ധാന്തമനുസരിച്ച് വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളോ പരമ്പരാഗത ആയുധങ്ങളോ വലിയ ശേഖരങ്ങളോ കൈവശമുള്ള ശത്രുശക്തികളുടെയും സൈനിക സംഘങ്ങളുടെയും ആക്രമണം തടയാൻ റഷ്യയ്ക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം തന്നെ റഷ്യക്കെതിരായ നീക്കങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഇതിന്റെ കെടുതികൾ നേരിടേണ്ടതായി വരും. ആണവായുധങ്ങൾ ഇല്ലാത്ത രാജ്യം നടത്തുന്ന ആക്രമണം ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുടെ കൂട്ടായ ആക്രമണമായി കണക്കാക്കുമെന്നും പുതിയ നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔപചാരികമായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ഉൾപ്പെടുത്താത്ത രാജ്യത്തിന് ആണവശക്തിയുടെ പിന്തുണയുണ്ടെങ്കിലും ഇത് ബാധകമാകും. അതായത് യുക്രൈനെ മാത്രമല്ല ആണവായുധം ഉപയോഗിച്ച് അമേരിക്കയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. റഷ്യ ആക്രമിക്കപ്പെട്ടാൽ പ്രതികാരം അനിവാര്യമാണെന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ഇതേ സംരക്ഷണം റഷ്യൻ സൈനിക സഖ്യകക്ഷികൾക്കും ലഭിക്കും. അതായത് ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിച്ചാലും റഷ്യക്ക് ഇനി ആണവായുധം പ്രയോഗിക്കാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണിപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസം പിന്നിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈനികരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ വൻ നാശനഷ്ടം നേരിടേണ്ടി വന്നിരിക്കുന്നത് യുക്രൈനാണ്. ഈ പ്രതിസന്ധിക്ക് എല്ലാം ആക്കം കൂട്ടിയ അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്തും റഷ്യ പൊടിച്ചു കളഞ്ഞതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ്. ഇതിൽ അത്യാധുനിക ടാങ്കുകളും A-35 യുദ്ധവിമാനവും ഉൾപ്പെടുന്നുണ്ട്. ലോകത്തെ നടുക്കിയ ദിനമായിരുന്നു 2022 ഫെബ്രുവരി 24. യുക്രൈനെതിരെ റഷ്യൻ സൈനിക നടപടി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. പെട്ടെന്നൊരു ദിവസം ഉരുത്തിരിഞ്ഞിരുന്ന സംഭവ വികാസങ്ങളായിരുന്നില്ല അന്നവിടെ സംഭവിച്ചത്. വർഷങ്ങളായിട്ട് യുക്രൈൻ കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളാണ് റഷ്യ അന്ന് ചൊടിപ്പിച്ചത്. ഇത് പിന്നീട് യുക്രൈന് എതിരെയുള്ള സൈനിക നടപടിയിലേക്ക് റഷ്യ നിർബന്ധിതമാക്കുകയാണ് ഉണ്ടായത്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഈ രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് നാറ്റോയിൽ അംഗമാക്കുന്ന അമേരിക്ക റഷ്യയോട് ചേർന്ന് കിടക്കുന്ന യുക്രൈനും നാറ്റോയിൽ ചേർക്കാൻ നീക്കം നടത്തിയതും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം അനിവാര്യമായിരുന്നതും. അമേരിക്കയുടെ തിരക്കഥ പ്രകാരം നാറ്റോയിൽ ചേരാൻ അനുവദിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി 2021 ജനുവരിയിലാണ് അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നത്. റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്നായിരുന്നു പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെട്ടത് എന്നതാണ് അവരുടെ വാദമെങ്കിലും നാറ്റോയിൽ യുക്രൈനെ ചേർത്ത് റഷ്യക്കെതിരെ പുതിയ ഒരു പോർമുഖം തുറക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ മിസൈലുകൾ ഉൾപ്പെടെ സുരക്ഷയുടെ കാര്യം പറഞ്ഞ് യുക്രൈനിൽ വിന്യസിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരുന്നത്. റഷ്യ എന്നതല്ല, ഏതൊരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രാധാന്യം. അതിനുവേണ്ടി എന്ത് നിലപാടുകൾ സ്വീകരിച്ചാലും അത് ന്യായീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. യുക്രൈന്റെ നിലപാട് മാറ്റിക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിച്ചിരുന്നത്. സൈനിക നടപടി തുടർന്ന് 1000 ദിവസം പൂർത്തിയായിട്ടും ഇതുവരെ റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ മാരകശേഷിയുള്ള ഒറ്റ മിസൈലിൽ തീർക്കാമായിരുന്ന യുദ്ധം ഇത്രയും നീണ്ടിരിക്കുന്നത്. യുക്രൈൻ ജനത പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായതിനാൽ ഒരേ ജനതയാണെന്ന തിരിച്ചറിവും പോർമുഖത്ത് ഈ മാന്യത കാട്ടാൻ റഷ്യ പ്രേരിപ്പിച്ച ഘടകമാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരുടെ മരണം ഇവിടെ അധികമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിക്രമം കാട്ടിയ റഷ്യൻ സൈനികരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും റഷ്യ തന്നെയാണ്. മറ്റൊരു രാജ്യവും കാണിക്കാത്ത നടപടിയാണിത്. ഈ ഘട്ടത്തിൽ അതും പറയാതെ വയ്യ. ഇതിനിടയിലാണ് ഇപ്പോൾ റഷ്യ വലിയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടെ പേടിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശ്ചിമേഷ്യയാണ്.